അതുപോലെ എനിക്ക് പേഴ്സണലി ടച്ച് ചെയ്ത കാര്യങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഈ ജോലി പുറത്ത് പോയിട്ടാണെങ്കിലും അകത്ത് ഇരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഫോക്കസ് ചെയ്ത ഏരിയ മാത്രമല്ല, ഇപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് കുറച്ച് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതും അവരുടെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെ മറന്ന് അവർക്ക് ഇതിൽ സന്തോഷകരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിലും പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ എന്തൊരു സന്തോഷമാണ് നമുക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ ഓരോരുത്തരുടെ വർക്കും അവരുടെ ഐഡിയാസും അവരുടെ കളർ സെലക്ഷനും ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ നോക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് ശരിക്കും മനസ്സിന് എന്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു സന്തോഷം നമുക്ക് ഇവിടെ വന്നതുകൊണ്ടല്ലേ കിട്ടിയതല്ല നമ്മൾ ഓരോരുത്തരും ഓരോ വീട്ടിൻ്റെ മൂടി കളഞ്ഞിരുന്നെങ്കിൽ അത് കൈവിട്ട് പോയനായിരുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടീച്ചർ പറഞ്ഞു തരുന്നത് അതുപോലെയാണ്. എന്ത് മക്കളെ എന്നൊരു വിളി കേൾക്കുമ്പോൾ നമ്മൾ ഓടി വരും. പ്രായമൊന്നും അല്ല അവിടെ പ്രശ്നം, മനസ്സിൻ്റെ ആ ഒരു സ്നേഹമാണ് ആ വാക്കിൽ വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവരെ പോലെ ലൈഫിൽ കളഞ്ഞു പോയ സന്തോഷം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? സീസ് അക്കാദമി പഠിക്കുന്ന ഒരു മാസത്തെ ജ്വല്ലറി മേക്കിംഗ് ആൻഡ് ഹെയർ ബാൻഡ് ആക്സസറീസ് കോഴ്സിലേക്ക് ഉടൻ ജോയിൻ ചെയ്യൂ.